അല്ല, അതെന്താ വെച്ചാൽ ഇപ്പോൾ ബാബുരാജ് മത്സരിക്കുന്നു, പക്ഷേ അതിനു മുമ്പ് ആരോപണ വിധേയരായ ആൾക്കാർ ഇപ്പോൾ സിദ്ദിഖിൻ്റെ കാര്യം എടുത്തോളൂ. സിദ്ദിഖിന് ആരോപണ വിധേയനായ ആ നിമിഷം അയാൾ രാജിവെച്ചു, വെയിറ്റ് ചെയ്തിട്ടില്ല. ഈ അലിഗേഷൻ വന്ന ഉടനെ രാജിവെച്ചു. അതേപോലെ തന്നെ ഇതിന് കുറച്ച് സമയമെടുത്തെങ്കിലും ഇടവേള ബാബു, വിജയ് ബാബു എല്ലാവരും അങ്ങനെ രാജിവെച്ച് പോയി. ഈ ബാബുരാജ് മാത്രമാണ് ഇങ്ങനെ വളരെ എഡമൻ്റായിട്ട് നിൽക്കുന്നത്. പക്ഷേ അതിന് നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം അതിനൊരു പ്രോസസ്സുണ്ട്. ഒരു അംഗത്തിനെ നമ്മൾ പുറത്താക്കണമെങ്കിൽ വേറെ സം പ്രോസസ്സ്. പക്ഷേ അതിന് ഏറ്റവും വലിയൊരു കോടതി ആരാണ്? ഒരു അസോസിയേഷൻ്റെയോ അല്ലെങ്കിൽ എന്തിൻ്റെയോ ഒരു വലിയൊരു കോടതിയാണ് AGM, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. അത് വലിയൊരു ബോഡിയാണ്. അതിലെടുക്കുന്ന തീരുമാനമാണ് ഫൈനൽ. ഒരു കോടതിക്കും അത് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനെയുള്ള ആരോപണ വിധേയരായ ആൾക്കാർ ഇവിടെ മത്സരിക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ അംഗങ്ങൾക്ക് വോട്ട് ചെയ്ത് തോൽപ്പിക്കാൻ പറയാം. മനസ്സിലായില്ലേ? അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. ഈ 15-ാം തീയതി നടക്കാൻ പോകുന്ന ഈ മത്സരം എന്ന് പറയുന്നത് വേണ്ടാത്തവരെ പുറത്താക്കാനുള്ള ഒരു പ്രോസസ്സ് നടക്കുകയാണിത്. അവർക്ക് ഈ AGM-ന്, ആനുവൽ ജനറൽ ബോഡിയും, ആ ഒരു ബോഡിക്ക് 6 വേണമെങ്കിലും പുറത്താക്കാൻ സാധിക്കും ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ അംഗങ്ങൾ തീരുമാനിക്കട്ടെ. ഇനി ഒരു 15 ദിവസം കൂടിയുള്ളൂ. അപ്പോൾ ആരൊക്കെ ഇവിടെ ഉണ്ടാവും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 15-ാം തീയതി നമുക്കറിയാം. ഈ ആരോപണ വിധേയരായ ആൾക്കാർ ഇപ്പോഴും മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ അവരെ തോൽപ്പിക്കാനുള്ള ഒരു 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 റൈറ്റ്, ഒരു അവകാശം, റൈറ്റ് ഇവർക്കുണ്ട്. AGM-ന് ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അല്ല, ദിലീപിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ദിലീപിനെ നമ്മുടെ ഇതൊന്നും നോക്കാതെയാണ് അദ്ദേഹത്തെ ബാൻ ചെയ്തത്. നിങ്ങൾ അംഗത്വം വരെ നമ്മൾ മാറ്റി ഇല്ലേ? അദ്ദേഹത്തിനെ നമ്മൾ മാറ്റിക്കളഞ്ഞു. അത് അമ്മയുടെ ഒരു അഡ്വാൻറ്റേജാണ് ഞാൻ കാണുന്നത്, അമ്മയുടെ വിജയമായിട്ട് ഞാൻ കാണുന്നത്. ദിലീപ് പോലെ ശക്തനായ ഒരു നടനെ അദ്ദേഹത്തിന് ആരോപണ വിധേയനായ ഉടനെ മമ്മൂട്ടിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ആ മീറ്റിങ്ങിൽ ഞാനൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പുറത്താക്കിയില്ലേ? പേഴ്സണൽ ബന്ധം കൊണ്ട് അധികാരം കിട്ടില്ല. നോ. ഇതിന് അധികാരം കിട്ടണമെങ്കിൽ എലക്ട് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അധികാരമുള്ളൂ. അതാണ് പേഴ്സണലായിട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ബാബുരാജ് എൻ്റെ ഫ്രണ്ടാണ്, ആരോപണ വിധേയരായ ആൾക്കാർ എൻ്റെ ഫ്രണ്ടാണ്, അത് വേറെ വിഷയം. പക്ഷേ അവർക്ക് അവരുടെ കാര്യങ്ങളിൽ നമുക്ക് ഒരു ഒഫീഷ്യലായിട്ടുള്ള ആധികാരികമായ ഒരു കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ സ്ട്രിക്റ്റായിട്ട് അമ്മയുടെ ബൈലോസ് നോക്കും.